അങ്ങോട്ട് ചിക്കൻ ഈട്ടമ്മേലൊന്നും വൃത്തിയാക്കിക്കൂടെ? നീയല്ല ഇത് നാന്ന് ഇത് കളിക്കുന്നു. എടാ അങ്ങോട്ട് ഇതെന്തിനാണ് നീ പണിയെടുത്ത് വെച്ചിട്ടാ? ഇതെന്തിനാണ് ഇത് അപ്പാറ തെങ്ങിൻ്റെ ചോട്ടിൽ വാരി ഇട്ടൂടെ? ഇത് പിന്നേക്കൂടെ മിറ്റിട്ട് വെക്കേണ്ട ആവശ്യം അല്ലണേ. ഈ ചക്കേൻ്റെ ഇതെല്ലാം എന്തിനാ വീട് ഇട്ടിന്? ആ ഇടുമ്പം തന്നെ അതിൻ്റെ ആ പാത്രത്തേക്ക് തന്നെ ഇട്ടൂടെ? ഇത് ആദ്യം വാരി ഇടാൻ ഭംഗിയാക്കണം. ഇടാ എന്താ അതിൻ്റെ ആവശ്യം? അത് ഇടുമ്പം തന്നെ അതിലിട്ടാലോ ഒന്നിനല്ലേ വേണ്ടു? ഇത് രണ്ടാമത് വാരാനാക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണേ ഈ പ്രാവശ്യം പെട്ടെന്ന് അതിൻ്റെ മേലെ കയറ്റി കൂടിയില്ല. ഇത് ഇങ്ങനെ ആടി കൂടി ഒന്ന് പറഞ്ഞു പിടിച്ച് പോകുന്നത് അത് എപ്പെങ്കിലും ഒന്നും ഉണ്ടാവില്ലേ? ഇതെല്ലാം കേട്ടി പണിയെടുക്കണം, അനങ്ങാണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടാ. അതൊരു തൂണും കുഴിച്ചിട്ട് അതിൻ്റെ ആ പുളീൻ്റെ മേലെ കയറ്റി കൊടുത്തൂടെ? കൈ കുത്തോട്ട് ഇതാക്കൂല ഒന്നും. അത് ഞാൻ ഇന്നാളെ വിചാരിച്ചാക്കണമെന്ന് വിചാരിച്ചപ്പോൾ അത് ചെയ്യണോ? എല്ലാം വിചാരിക്കേ ഉള്ളൂ, അത് വേറെ കാര്യം. ചെയ്തെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അതിന്റെ മേലെ കൊണ്ടെടുത്ത് വെച്ച് എനിക്ക് കയറ്റി കൊടുത്താൽ പോയിക്കോളൂ. അത് കുറച്ചും കൂടി അമർത്തി കുത്തറാ തണ്ട് തൂമ്പ്യാ, അല്ലാണ്ട് താവും. ഇത് മണിയില്ല, ഇത് മേലോട്ടാ കാണാതിരിക്കും. എന്നിട്ട് ഞാൻ ഇത് കൊത്തിയിട്ട് ഒരു തൂണാറൊക്കെ വെച്ചിട്ട് അതിന്റെ മേലേക്ക് കയറ്റി കൊടുത്താൽ ഏതെങ്കിലും ഒരു സമയം രണ്ടെണ്ണം പഠിക്കാനുണ്ടാവും. എപ്പോഴും വന്നാൽ ഞാൻ ഇങ്ങനത്തെ പണിയെടുത്തിട്ട് പോയിക്കോളാം. വരുമ്പോഴത്തേക്ക് അത് ഉണ്ടാവോ ഇല്ല. ഇതെല്ലാം ലേശനങ്ങളപ്പാ ബുദ്ധി ഉണ്ടാവുക. പിന്നെ ഏട്ടത്തിമാർക്കുണ്ടല്ലോ അനിയത്തിമാർക്ക് സഹായോ. സഹായം നോക്കിയിട്ട് എപ്പോഴും ആരെങ്കിലും സഹായിക്കാൻ നിൽക്കുവോ? സഹായിക്കുന്ന സമയമെല്ലാം സഹായിക്കുക, അല്ലാതെ നേരം എന്തെങ്കിലും ചെയ്യുക. അന്നേരം എന്തെങ്കിലും ഒരു വയ്യ ഉണ്ടാവും. ഇല്ല കൊണ്ടിട്ടില്ല. ആയിട്ടില്ല. ഞാൻ പുളീൻ്റെ കൊമ്പ് പൊന്തിച്ചു തരാം, കുറച്ചും കൂടി അമർത്തി വെക്ക്. പോരാ, ഇതിൽ കൊള്ളിക്കണം. ഇങ്ങോട്ട് വരട്ടെ, ഇപ്പുറത്തോട്ടാ വരട്ടാക്ക അവര്. പോരാ. ആ മതി. എന്നിട്ട് കൊണ്ടിട്ടാ. അങ്ങനെ അങ്ങനെ കെട്ടു മതി. ഇനി അതിൻ്റെ വെള്ളിയാഴ്ച അങ്ങോട്ടാക്ക്. ആ ബായൻ്റെ ഇതെല്ലാം അരിഞ്ഞാളുണ്ടേ. തേച്ച് നല്ല അതിന്മേൽ പടത്തി വിട്. എൻ്റെ പിട്ടുണ്ട് അടുപ്പത്ത് വെള്ളം പറ്റി പോവാമോ? അല്ല, വെള്ളം പാട് വെച്ചിന് കുറേ സമയമില്ലേ മുറ്റത്ത്. ആദ്യം തല പിടിച്ച് വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടുക. എന്നിട്ട് ആകുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണം അതിന് വണ്ടി കൂട്ടി കെട്ടിക്കൊടുക്കാൻ. പിന്നെ ഇതേ പോക്കൊന്ന് പോയിക്കോളും. പിന്നെ ഇത് കെട്ടി കൊടുക്കണം. ആരെടുക്കാം ഈ കോയവള്ളിയെല്ലാം അങ്ങനെ ആക്കിയാ ഇങ്ങനെ അത് കയറി പോകാൻ കഴിഞ്ഞാൽ സുഖം കിട്ടും. വലിയൊരു കൊലയുടെ കൊലച്ചിട്ടുണ്ടല്ലോ. അടിപൊളി കൊലയാണ്. ഇതാ കണ്ട, ഇതാ അതിന്റെ കൂമ്പും കായും കണ്ട, അടിപൊളി വലിയ കൊലയാണ്. ഈ ഏച്ചി വന്നാലാണ് എൻ്റെ വളപ്പ് വൃത്തിയാവുക. വളപ്പിലെല്ലാം വേണ്ടാത്ത വള്ളിയെല്ലാം അറ്റിച്ച് കളഞ്ഞ് വളപ്പെല്ലാം വയക്കി വൃത്തിയാക്കി അടിപൊളിയാക്കി വെക്കും. എൻ്റെ അടുപ്പ് കണ്ട ഗൈസ്, ഇതാ ഇങ്ങനെയാണ് അടുപ്പ്. ഈ പാത്രത്തിൻ്റെ മേലെ കുറേ ഇഷ്ടിക പൊറുക്കി വെച്ചിട്ട് തൽക്കാലം ആദ്യത്തെ അടുപ്പ് പൊളിച്ചിനി. അത് അവിടെ അടുപ്പ് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പ് ഈടെയായിരുന്നു, അത് പൊളിച്ച് എന്നിട്ട് തൽക്കാലത്തെ കട ആക്കിയിട്ടാണ് ഉള്ളത്. ഇനി ഇത് ഇവിടുന്ന് മാറ്റണം, വേറെ എവിടെയെങ്കിലും ആക്കണം അടുപ്പ്.